അടുത്ത question number 7. Write each vector as a linear combination of the vectors S equal to this. അപ്പം ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ സെഡ് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണ് എഴുതണം. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈ W ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതണം എന്ന് പറയും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ U ഈ തന്നിരിക്കുന്ന എസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുമോ പ്രൂവ് ചെയ്യണ്ടേ. അതിന് നമ്മൾ ആദ്യം ഈ എസ്സിലെ എസ് എടുക്കുക, ഈ എലമെൻ്റ് എടുക്കുക, 1 - 2 2 ഈ സെഡ് എടുക്കുക, 1 - 2 2. അതിനെ ഇതിൻ്റെ രണ്ടിൻ്റെ ലീനിയർ കോമ്പിനേഷൻ C1 ഇൻറ്റു ദിസ് A ഇൻറ്റു ദിസ് പ്ലസ് B ഇൻറ്റു സെക്കൻഡ് ഇങ്ങനെ എഴുതുക. ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുക. A ഇൻറ്റു U1 പ്ലസ് B ഇൻറ്റു U2 ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന സെഡ് എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തിപ്പം എയും ബിയും ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ 3 ഇക്വേഷൻ കിട്ടും. ഇതിൻ്റെ അകത്ത് 3 ഇക്വേഷൻ കിട്ടും. ഏതൊക്കെയാണ്? 2A പ്ലസ് 5B ഈക്വൽ ടു -1, ദെൻ -1A അതാണ് ആദ്യത്തെ ഇക്വേഷൻ, -1A പ്ലസ് 0B ഈക്വൽ ടു -2 അങ്ങനെ 3 ഇക്വേഷൻ കിട്ടും. ഈ 3 ഇക്വേഷൻ എഴുതുക. ഈ 3 ഇക്വേഷൻ്റെ അകത്ത് നിന്ന് എയുടെയും ബിയുടെയും കൺസിസ്റ്റൻ്റ് എയും ബിയും കണ്ടുപിടിക്കണം, കൺസിസ്റ്റൻ്റ്. അപ്പോൾ ആദ്യത്തെ രണ്ടാമത്തെ ഇക്വേഷൻ്റെ അന്ന് എ കിട്ടി കഴിഞ്ഞു. രണ്ടാമത്തെ ഇക്വേഷൻ അന്ന് എയുടെ വാല്യൂ 2 കിട്ടി. അത് ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബിയുടെ വാല്യൂ കിട്ടിയ -1 എന്ന് കിട്ടി. രണ്ടാമത്തെ ഇക്വേഷന് എയുടെ വാല്യൂ 2 എന്ന് കിട്ടി. ആ എയുടെ വാല്യൂ 2 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ബിയുടെ വാല്യൂ -1 കിട്ടി. ഇനി ഇത് കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ എയുടെ വാല്യൂവും ബിയുടെ വാല്യൂവും മൂന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ട്രൂ ആയിരിക്കണം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി, അപ്പം ട്രൂ ആണ്, ശരിയാണ്. മൂന്നാമത്തെ ഇക്വേഷനിൽ 3 ഇൻറ്റു A2 പ്ലസ് 4 ഇൻറ്റു -1 ഈക്വൽ ടു 2 ആണ് കിട്ടുന്നുണ്ട്. ഇവിടെ 2 ഇവിടെ കിട്ടി. അപ്പോൾ ശരിയാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശരിയാണ്. അപ്പം ഈ 3 ഇക്വേഷനും കൺസിസ്റ്റൻ്റ് ഇതാണ്. എയുടെയും ബിയുടെയും വാല്യൂ ഈ 3 ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സെഡിനെ എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. അപ്പം V1ൻ്റെ V2 ഇതാണ് V1, ഇത് V2. അപ്പോൾ സെഡ് ഈക്വൽ ടു എത്രയാണ്? 2 ഇൻറ്റു V1 പ്ലസ് -1 ഇൻറ്റു V2 എന്ന് എഴുതാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കൺസിസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ W ഇതാണ്. അതും ഇത് സ്പാൻ ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യണം. ഈ എസിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് ഡബ്ല്യുവിനെ എഴുതാമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ W എന്താ? W ഈക്വൽ ടു ദിസ്. അത് നമ്മൾ ഇതിൻ്റെ രണ്ടിലെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി. എസിലെ ഈ ഇതിൻ്റെ രണ്ടിലും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി. എന്നിട്ട് നമ്മൾ എയും ബിയും സോൾവ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്തപ്പോൾ ഇതിൻ്റെ അകത്ത് A ഈക്വൽ ടു 8 എന്ന് കിട്ടി. അത് ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ B ഈക്വൽ ടു -3 എന്ന് കിട്ടി. അത് മൂന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. എയുടെയും ബിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ 12 കിട്ടുന്നുണ്ട്. ശരിയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഈ ഡബ്ല്യുവിനെ V1ൻ്റെയും V2ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്തു. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ U ആണ്. ഈ U ഇതിൻ്റെയും ഈ എസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാമെന്ന് പ്രൂവ് ചെയ്യണം. അതിന് U ഇതാണ്.
അത് V1 ഇങ്ങനെ എഴുതി, യു ഇത് എഴുത്, V1ൻ്റെ V2ൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി. ഇതിനകത്ത് നമുക്ക് എയുടെ വാല്യൂ -1 എന്ന് കിട്ടി, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എയുടെ വാല്യൂ -1 എന്ന് കിട്ടി, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് B = 3/5 എന്ന് കിട്ടി. അത് മൂന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. എയുടെ വാല്യൂ -1ഉം ബിയുടെ വാല്യൂ 3/5ഉം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടുന്ന -3/5 ആണ്, 1 അല്ല. അപ്പം ഇൻകൺസിസ്റ്റന്റ് ആണ്. അപ്പം V1ഉം V2ഉം എന്ത് കിട്ടി? V1ഉം V2ഉം ഈ U എന്ന് പറയുന്ന വെക്ടർ സ്പാൻജിയൽ, V എന്ന് പറയുന്ന വെക്ടറിന്റെ U എന്ന് പറയുന്ന വെക്ടറിന്റെ ലീനിയർ കോമ്പിനേഷൻ, V1ഉം V2ന്റെ ലീനിയർ കോമ്പിനേഷൻ അല്ല U എന്നാണ് കിട്ടിയത്. ഇൻകൺസിസ്റ്റന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ലീനിയർ ഡിപ്പെൻഡൻസ് ആൻഡ് ലീനിയർ ഇൻഡിപെൻഡൻസ്. ഡെഫിനിഷൻ: എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് S V1 V2 Vk in a vector space V is linearly independent when the vector equation C1 V1 plus C2 V2 plus Ck Vk equal to 0 has only trivial solution C1 equal to 0, C2 equal to 0, Ck equal to 0. If there are also non-trivial solution, then S is linearly dependent. ഇതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ, ഈ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഇതിനെ C1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ C2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ Ck കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഈക്വൽ ടു 0 എഴുതുമ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് ട്രിവിയൽ സൊല്യൂഷനെ കിട്ടാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ C1 = 0, C2 = 0, Ck = 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ട്രിവിയൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ എല്ലാ CIകളും 0 ആണെങ്കിൽ. ഇനി ട്രിവിയൽ അല്ല നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ഏതെങ്കിലും C1ഓ C2ഓ Ckയോ 0 അല്ലാതിരിക്കുകയാണെങ്കിൽ ഇതിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഇതെല്ലാം ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഇതാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് ഇതാണ്. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ഡിപ്പെൻഡന്റ് ആണോ എന്ന് ചെക്ക് എന്ന മെത്തേഡ് ഇവിടെ പറയുകയാണ്. എസ് ഇങ്ങനെ തന്നു. ആ എസ്സിലെ വെക്ടറിനെ എല്ലാം C1 V1 ഇങ്ങനെ എഴുതി, നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് ഈ സിസ്റ്റത്തിന് എന്നിട്ട് നമുക്കൊരു സിസ്റ്റം കിട്ടും. സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ C1 0, C2 0, Ck 0 ആണെന്ന് നോക്കി. ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Determine whether the set of vectors in R3 is linearly independent or linearly dependent. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്നത്. 3 വെക്ടേഴ്സ് തന്നു, V1 V2 V3 തന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? C1 V1 പ്ലസ് ഇവിടെ V1 ആണ്. C1 V1 പ്ലസ് C2 V2, C2ന് വരെ എഴുതാം. A V1 പ്ലസ് B V2 പ്ലസ് C V3 ഈക്വൽ ടു 0 എന്ന് എഴുതി. 0 എന്ന് പറഞ്ഞാൽ 0 0 0 ആണ്. 0 0 0 ഇതാ ഇങ്ങനെ എഴുതി. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എയും ബിയും സിയും 0 ആണെങ്കിൽ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യുക വേണ്ടത്. എയും ബിയും സിയും സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതാ A × 1A, ഇവിടെ B ഇല്ല, -2C, അത് ഈ 0 കിട്ടി. ദെൻ നമ്മൾ 2A പ്ലസ് 1B പ്ലസ് 0 ഇല്ല, അത് ഈക്വൽ ടു 0 ഇത് എഴുതി. പിന്നെ മൂന്നാമത്തെ ഈക്വൽ ടു 0, അത് ഇതാ, അത് 3. അപ്പോൾ ഈ ആദ്യത്തെ 0, രണ്ടാമത്തെ 0, മൂന്നാമത്തെ 0 ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡ് 0 ആണ്. ഇതിൻ്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതി. ഓഗ്മെന്റഡ് മെട്രിക്സ് അതാണ് ഇവിടെ എഴുതുന്നത്. ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതി. ഇതാ ഈ 0 0 0 ഇവിടെ ആഡ് ചെയ്ത് എഴുതി. ഇനി ഇത് റോ എഷലോൺ ഫോമിലേക്ക് കൊണ്ടുവന്നു. ഇത് 0 ആക്കി, ഇത് 0 ആക്കി. അതിന് ഈ 2 ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ അത് 2 0 ആയി. അത് കഴിഞ്ഞ് ഇത് 0 ആക്കണം. അതിന് ഈ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അത് 0 ആയി. പിന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇതിൻ്റെ താഴെയുള്ള ഇത് 0 ആക്കണം.
അല്ല ഇത് 0, അതെ ഓക്കെ. ഇത് കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞ് ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇത് കിട്ടി, ഇത് രണ്ടും 0 ആക്കി കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇത് 0 ആക്കി. അപ്പം ഇങ്ങനെ കിട്ടി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇത് 0 ആക്കി, ഇത് 0 ആക്കി. അത് പിന്നെ എന്ത് ചെയ്തു? പിന്നെ ഇത് 0 ആക്കി, അതിനിത് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കിട്ടി. അതാണ് ചെയ്ത മെത്തേഡ്. അപ്പോൾ അവസാനം ഇതാണ് റോ എഷ്ലോൺ ഫോമിലേക്ക് വന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഇത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടി? ഇത് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇതെന്താ? ആദ്യം ഇത് എ, ഇത് ബി, ഇത് സി. സി ഈക്വൽ ടു 0, ബി ഈക്വൽ ടു 0, എ ഈക്വൽ ടു 0. കണ്ടോ? എ ഈക്വൽ 0, ബി ഈക്വൽ ടു 0, സി ഈക്വൽ 0 എന്ന് കിട്ടി. അപ്പോൾ എന്താണ്? ട്രിവിയൽ സൊല്യൂഷനാണ്. ട്രിവിയൽ സൊല്യൂഷനാണ്. അപ്പോൾ എസ് എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ.